റിവിഷൻ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാവേ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ റിവിഷൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മൾ പഠിക്കുന്നില്ലേ. ഇപ്പൊ PSC എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മാർക്ക് നമ്മൾ ഒരുപാട് റാങ്കിനെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ഒരു മാർക്ക്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാൻ ശ്രമിക്കുക, മാർക്ക് കൂട്ടാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചാലും നമുക്ക് ഒരു മാർക്ക് വെച്ച് കൂടത്തുള്ളൂ. അപ്പം അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണം. അപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇന്ന് പഠിച്ചൊരു സാധനം നിങ്ങൾക്ക് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം, അല്ലെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ റീകോൾ ചെയ്യാം. എന്തൊക്കെയാണ് ഒന്ന് പഠിച്ചത് റീകോൾ ചെയ്യാം. പിന്നെ ഒരു 7 ദിവസം കഴിഞ്ഞിട്ട്, പിന്നെ ഒരു 14 ദിവസം കഴിഞ്ഞിട്ട് ആ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചും കൂടി പോയിന്റുകൾ ആഡ് ചെയ്യാൻ ശ്രമിക്കണം. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ പഠിച്ചത് ഓൾറെഡി നിങ്ങൾ പഠിച്ചു. നമ്മൾ ഈ ഡിഗ്രിക്ക് പഠിക്കുന്നതിനൊക്കെ അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചതിനൊക്കെ അല്ല നമുക്ക് ഇത്ര മാത്രം തീർത്താൽ മതി, അങ്ങനെയല്ല PSCയിലും എല്ലാ എക്സാമിനും ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ഏരിയയായിട്ട് ബന്ധപ്പെട്ട് കുറച്ചും കൂടി അധികം പോയിന്റുകൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ക്ലിയർ ആയോ? അതേപോലെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു മൈൻഡ് മാപ്പ് കണക്ക് പേപ്പർ എടുത്തിട്ട് അതിനകത്ത് നിങ്ങൾ ഇന്ന് പഠിച്ചാലുള്ള എല്ലാം എഴുതി വെക്കാം. അതിൽ നിങ്ങൾക്ക് അഡീഷണൽ കിട്ടിയ പോയിന്റുകളും ഇനി നിങ്ങൾ ഏത് പോർഷനാണ് നോക്കാൻ പോകുന്നത് അതിന്റെ പോയിന്റുകളും എല്ലാം ഒന്ന് എഴുതി വെക്കുക. നമ്മളൊരു മൈൻഡ് മാപ്പ് ഇടും, ബ്ലൂ പ്രിന്റ് നമ്മുടെ വിജയുടെ സിനിമയ്ക്കകത്തുണ്ടല്ലോ, നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം കിട്ടുന്നത്. നമ്മളൊരു അടിപൊളി ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മൈൻഡ് മാപ്പ് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, നമുക്ക് റിവിഷന്റെ സമയത്ത് എന്ത് ചെയ്താൽ മതി, മൊത്തം ഇരുന്ന് വായിക്കുന്നതിന് പകരം ഈ ഒരു പേപ്പർ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേപ്പർ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് തന്നെ കവർ ആവും. മനസ്സിലായോ? ആ നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ കാർഡുകളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നല്ല കട്ടിയുള്ള പേപ്പേഴ്സ് ഒക്കെ ഉപയോഗിച്ച് അതിനകത്ത് എഴുതി വെക്കാം. കളറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഗ്ലിറ്ററിംഗ് പേനയും അതും ഇതുമെല്ലാം ഉപയോഗിച്ച് നമുക്ക് എഴുതാം. അതാകുമ്പോൾ നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ ഇയേഴ്സും കാര്യങ്ങളൊക്കെ ഓർക്കാൻ വേണ്ടിയുള്ള ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഇയർ ഇപ്പം ഏതെങ്കിലും ഒരു വർഷം ഉണ്ടല്ലോ, ആ വർഷത്തിന് അടിയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഒരുമിച്ച് എഴുതി വെക്കാൻ ശ്രമിക്കുക. അപ്പൊ ആ ഒരു ഇയർ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ കിട്ടും. മനസ്സിലായോ? അപ്പൊ ആ ഒരു ഇയർ പഠിച്ചാൽ മതി, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അല്ല ഓരോന്നിനും ഇയർ വെച്ച് പഠിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് ഫീൽ ചെയ്യും. ക്ലിയർ ആയല്ലോ? നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ എന്താ, ആരെങ്കിലും പഠിപ്പിക്കുന്ന കണക്കുകൾ പഠിക്കുക. ഞാൻ പറഞ്ഞു പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിൽ കയറും. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെ കുറെ ടിപ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ ശ്രമിക്കണം. അതിൽ നമുക്ക് പതുക്കെ പോവാം. അപ്പം നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്, റിവിഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് ഒരുപാട് അറിവും ഒരുപാട് നോളജും ഒരുപാട് പോയിന്റുകളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിവിഷൻ ചെയ്യാൻ പറ്റൂ. അപ്പൊ ആദ്യമേ ഞാൻ പറഞ്ഞ കണക്ക് റാങ്ക് ഫയൽ വെച്ചിട്ട്, റാങ്ക് ഫയലും സിലബസും വെച്ചിട്ട് അതൊന്ന് ഫ്രഷ് ആക്കി അതൊന്ന് പഠിച്ചെടുക്കുക. ഓക്കെ, നമുക്ക് ആദ്യമേ അതൊരു ബേസ്മെന്റ്, നമ്മളെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയാലും നമുക്ക് മുകളിലോട്ട് കെട്ടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഫൗണ്ടേഷൻ സ്ട്രോങ് ആകാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് മുകളിൽ പതുക്കെ കെട്ടിക്കൊണ്ട് വരാം. ക്ലിയർ ആയല്ലോ? അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. റാങ്ക് ഫയൽ ജസ്റ്റ് റാങ്ക് ഫയലും യൂട്യൂബ് വീഡിയോസും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ സിലബസ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ വെച്ചിട്ട് ആ സിലബസ് ഒന്ന് വായിച്ച് കുറച്ചൊരു 2 മാസം നമുക്ക് വായിക്കാം. സ്വസ്ഥമായിട്ടൊന്ന് 2 മാസം വായിക്കുകയും എഴുതി നോട്ട് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാം. ക്ലിയർ ആയല്ലോ? നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വായിച്ചിട്ട് മടക്കി വെച്ച് നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ എഴുതുക. വീണ്ടും തുറന്നു നോക്കിയിട്ട് നമുക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക. അങ്ങനെ നോട്ട് കംപ്ലീറ്റ് ചെയ്യാം. ക്ലിയർ ആയോ? അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇതൊക്കെയാണ് ഞാൻ പഠിക്കാനുള്ളത്, ഇങ്ങനെയാണ് ഞാൻ പഠിക്കേണ്ടത്. അങ്ങനെ ഒരു 3 മാസം കഴിയുമ്പോഴേ നിങ്ങൾക്ക് തന്നെ ഒരുപാട് 10 സബ്ജക്റ്റിനെ കുറിച്ച് ഒരു നോളജ് വരും. എന്നിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. ക്ലിയർ ആയോ? അത് ടെൻഷൻ അടിക്കേണ്ട. റാങ്ക് ഫയല്, യൂട്യൂബ് വീഡിയോസ്, അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന സോഴ്സിൽ നിന്ന് സിലബസ് പഠിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ബൈ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.